വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് കേസിന്റെ അന്തിമ കുറ്റപത്രത്തിൽ ടീം പിണറായി ഉണ്ടാകുമെന്ന് കേസിലെ പരാതിക്കാരനായ അനിൽ അക്കര. ശരിയായ അന്വേഷണം നടക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേസിൽ സ്വപ്ന സുരേഷ് അടക്കം 6 പേർക്കെതിരെ കഴിഞ്ഞ ദിവസം CBI കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് കേസിൽ CBI സമർപ്പിച്ച ആദ്യ കുറ്റപത്രത്തിൽ 6 പ്രതികളാണുള്ളത്. ഫ്ളാറ്റ് നിർമ്മാണ കരാർ ലഭിച്ച സന്തോഷ് ഈപ്പനാണ് 1-ാം പ്രതി. സന്തോഷ് ഈപ്പന്റെ കമ്പനിയായ സെയിൻ വെഞ്ചേഴ്സാണ് 2-ാം പ്രതി. 3-ാം പ്രതിയായി ലൈഫ് മിഷനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട സന്ദീപ് നായർ, UAE കോൺസുലേറ്റ് PRO ആയിരുന്ന സരിത്ത്, സ്വപ്ന സുരേഷ് എന്നിവരാണ് മറ്റു പ്രതികൾ. എന്നാൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന M. ശിവശങ്കർ ആദ്യ പ്രതിപട്ടികയിലില്ല. ശിവശങ്കർ, ലൈഫ് മിഷൻ CEO ആയിരുന്ന UV ജോസ് എന്നിവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് CBI അറിയിച്ചു. പ്രളയബാധിതർക്ക് ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനും ആശുപത്രി സമുച്ചയം പണിയുന്നതിനുമായി UAE സന്നദ്ധ സംഘടനയായ റെഡ് ക്രസന്റും ലൈഫ് മിഷനും ഒപ്പുവെച്ച കരാർ പ്രകാരം 21 കോടി ലഭിച്ചിരുന്നു. കൊച്ചി സ്വദേശിയായ സന്തോഷ് ഈപ്പന്റെ ഉടമസ്ഥതയിലുള്ള യൂണിടാക് ബിൽഡേഴ്സ്, സെയിൻ വെഞ്ചേഴ്സ് എന്നീ കമ്പനികൾക്കാണ് ഫ്ളാറ്റ് നിർമ്മാണ കരാർ നൽകിയത്. ഈ ഇടപാടിൽ 4 കോടി രൂപ പ്രതികൾ കമ്മീഷനായി തട്ടിയെടുത്തുവെന്നാണ് കണ്ടെത്തൽ. മുൻ വടക്കാഞ്ചേരി MLA അനിൽ അക്കരയാണ് പരാതിക്കാരൻ. ആദ്യ കുറ്റപത്രം സമർപ്പിച്ചതോടെ പ്രതികരണവുമായി അദ്ദേഹം രംഗത്തെത്തി. അന്തിമ കുറ്റപത്രത്തിൽ ടീം പിണറായി ഉണ്ടാകുമെന്നും ശരിയായ അന്വേഷണം നടക്കണമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക് TCV.